എല്ലാവർക്കും നമസ്കാരം. സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി ഫിസിക്സിലെ 10th ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. വേവ് ഓപ്റ്റിക്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ഓപ്റ്റിക്സ് എന്ന വേർഡ് നിങ്ങൾക്കൊക്കെ പരിചയമാണ്. വി നോ ഓപ്റ്റിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ്. ദ ഫസ്റ്റ് തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ് ഈസ് ദ കോർപ്പസ്കുലാർ മോഡൽ ഓഫ് ലൈറ്റ്. It was proposed in 1637 by a scientist called Descartes. And according to corpuscular theory, light travels in the form of particles. കോർപ്പസ്കുലാർ തിയറി എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഐസക് ന്യൂട്ടൻ്റെ പേരായിരിക്കും. അതിൻ്റെ റീസൺ, ഐസക് ന്യൂട്ടൻ്റെ വളരെ പോപ്പുലറായ ഓപ്റ്റിക്സ് എന്ന ബുക്കിൽ ഈ ഡെക്കാർറ്റയുടെ കോർപ്പസ്കുലാർ തിയറി വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ബുക്കിൻ്റെ പോപ്പുലാരിറ്റി കൊണ്ടാണ് ഐസക് ന്യൂട്ടൻ്റെ പേര് കോർപ്പസ്കുലാർ തിയറിയോടൊപ്പം ചേർത്ത് പലപ്പോഴും നമ്മൾ കാണുന്നത്. കോർപ്പസ്കുലാർ തിയറിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ തുടങ്ങിയ പ്രോപ്പർട്ടീസിനെ ഒക്കെ വളരെ നന്നായി കോർപ്പസ്കുലാർ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ്. കോർപ്പസ്കുലാർ തിയറിയിൽ റിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. When a light ray travels from one medium to the other, in the second medium, if the light ray bends towards the normal, velocity of light in that medium will be more. ഈ പാർട്ടിക്കിൾ നേച്ചർ മാറ്റിയിട്ട് ലൈറ്റിന് ആദ്യം ഒരു വേവ് നേച്ചർ ഉണ്ട് എന്ന് പ്രപ്പോസ് ചെയ്തത് ക്രിസ്റ്റ്യൻ ഹൈജിൻസ് എന്ന സയൻറ്റിസ്റ്റാണ്. ആൻഡ് ദാറ്റ് തിയറി ഈസ് കോൾഡ് വേവ് തിയറി ഓഫ് ലൈറ്റ്. അപ്പോൾ അത്രയും നാൾ ലൈറ്റ് പാർട്ടിക്കിളാണ് എന്ന് വിശ്വസിച്ചിരുന്ന സമയത്താണ് ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചർ അല്ല, ലൈറ്റിനൊരു വേവ് നേച്ചർ ഉണ്ട് എന്ന് ക്രിസ്റ്റ്യൻ ഹൈജിൻസ് പറഞ്ഞത്. ഈ വേവ് തിയറി ഉപയോഗിച്ചിട്ടും ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ ഈ പ്രോപ്പർട്ടീസിനെ വളരെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. പക്ഷേ വേവ് തിയറിയിലെ ക്രിസ്റ്റ്യൻ ഹൈജിൻസ് പറഞ്ഞത് വെൻ എ ലൈറ്റ് റേ ഈസ് ഗെറ്റിംഗ് എ റിഫ്രാക്ഷൻ ഇൻ എ ഡെൻസർ മീഡിയം, ദാറ്റ് മീൻസ് വെൻ ഇറ്റ് ബെൻസ് ടുവേഴ്സ് ദ നോർമൽ, the velocity of light in that medium will be less than that in the first medium എന്നാണ്. This is against the postulate of corpuscular theory. അതുകൊണ്ട് തന്നെ ഈ തിയറിക്ക് ഒരു റെഡി അക്സെപ്റ്റൻസ് സയൻറ്റിഫിക് ഫീൽഡിൽ കിട്ടിയില്ല. രണ്ടാമത്തേത് ന്യൂട്ടൻ്റെ അതോറിറ്റിയാണ്. ന്യൂട്ടൺ പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റിന് ഓപ്പോസിറ്റായ ഒരു കോൺസെപ്റ്റ് വേവ് തിയറിയിൽ സജസ്റ്റ് ചെയ്യപ്പെട്ടതും ഇത് അക്സെപ്റ്റ് ചെയ്യപ്പെടാതെ പോകാൻ ആദ്യം ഒരു കാരണമായിരുന്നു. മറ്റൊരു റീസൺ, അന്ന് ആളുകളുടെ വിശ്വാസം എ മെറ്റീരിയൽ മീഡിയം ഈസ് നെസസറി ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് എ വേവ് എന്നാണ്. അപ്പോൾ ലൈറ്റ് വേവ് ആണെങ്കിൽ ഒരു മെറ്റീരിയൽ മീഡിയത്തിലൂടെ മാത്രമേ ലൈറ്റിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റൂ. ബട്ട് വി നോ ലൈറ്റ് പ്രൊപ്പഗേറ്റ്സ് ഈവൻ ത്രൂ വാക്യൂം. ഇത് പോസിബിൾ അല്ല, ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതും ആദ്യകാലങ്ങളിൽ ഈ വേവ് തിയറി അക്സെപ്റ്റ് ചെയ്യപ്പെടാതെ പോയതിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ്. പക്ഷേ ലിയോൺ ഫൂക്കോൾട്ട് എന്ന സയൻറ്റിസ്റ്റ് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഈസ് ലെസ് ദാൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ എന്ന്. ഇവിടെ മുതലാണ് വേവ് തിയറി അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്. ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ എന്ന സയൻറ്റിസ്റ്റ് ഈ സമയത്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ഓഫ് ലൈറ്റ് എന്ന വളരെ ഫേമസ് ആയ തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. EM വേവ്സ് എന്ന ചാപ്റ്ററിൽ നിങ്ങളത് കണ്ടിട്ടുണ്ട്, മാക്സ്വെൽസ് ഇക്വേഷൻസ്. ആൻഡ് അക്കോർഡിംഗ് ടു ഹിം ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അപ്പോൾ ലൈറ്റ് ഒരു വേവ് ആണെന്ന് മാത്രമല്ല, അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് എന്ന അസംഷനിലേക്ക് ജെയിംസ് മാക്സ്വെൽ എന്ന സയൻറ്റിസ്റ്റ് എത്തിച്ചേർന്നു. ഇതിനോടൊപ്പം തോമസ് യങ് എന്ന സയൻറ്റിസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റിലൂടെ വേവിന് മാത്രം എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർഫെറൻസ് എന്ന പ്രോപ്പർട്ടി ലൈറ്റ് എക്സിബിറ്റ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്തു. ഇതോടുകൂടിയാണ് സയൻറ്റിഫിക് വേൾഡിൽ വേവ് തിയറി അക്സെപ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ക്രിസ്റ്റ്യൻ ഹൈജിൻസ് സജസ്റ്റ് ചെയ്ത ഈ വേവ് തിയറിയും ഈ വേവ് തിയറി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇൻ്റർഫെറൻസ് തുടങ്ങിയ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ചാപ്റ്റർ റേ ഓപ്റ്റിക്സ് ആണ്. ആ റേ ഓപ്റ്റിക്സിൽ നിന്നും ഇവിടെ വരുന്ന മേജർ ഡിഫറൻസ്, റേ ഓപ്റ്റിക്സിൽ നമ്മൾ ലൈറ്റിൻ്റെ വേവ് ലെങ്തിനെ കുറിച്ച് സംസാരിക്കുകയില്ല. വേവ് ഓപ്റ്റിക്സിലെ മേജർ കോൺസെപ്റ്റ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ്. ബിക്കോസ് വി ട്രീറ്റ് ലൈറ്റ് ആസ് എ വേവ്. ലൈറ്റിൻ്റെ വേവ് ലെങ്ത് വളരെ വളരെ ചെറിയ വാല്യൂ ആണ്.
റേ ഓപ്റ്റിക്സിൽ നിങ്ങൾ കൺസിഡർ ചെയ്ത ലെൻസ്, മിറർ തുടങ്ങിയവയുടെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഈസ് എ വെരി വെരി സ്മോൾ ഡിസ്റ്റൻസ്. സോ ഇൻ റേ ഓപ്റ്റിക്സ് വി നെഗ്ലക്റ്റ് ഇറ്റ്. പക്ഷേ ലൈറ്റിൻ്റെ വേവ് ലെങ്തുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയുന്ന ഡിസ്റ്റൻസുകളിലേക്ക് എത്തുമ്പോൾ ലൈറ്റ് ചില പ്രോപ്പർട്ടീസ് കാണിക്കും. ഈ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമുക്ക് റേ ഓപ്റ്റിക്സിൽ പറ്റാതെ പോകുന്നതും. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേവ് ഓപ്റ്റിക്സ് ഉപയോഗിക്കുന്നത്. വേവ് ഓപ്റ്റിക്സ് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ടത് വേവ് ഫ്രണ്ട് എന്ന ഒരു കോൺസെപ്റ്റാണ്. എന്താണ് ഈ വേവ് ഫ്രണ്ട് എന്നറിയാൻ നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് നോക്കൂ. നിങ്ങൾ കാണുന്നത് ഒരു കാം സർഫസ് ഓഫ് വാട്ടറാണ്. ഈ സർഫസിലേക്ക് ഈ ടാപ്പിൽ നിന്നും ഞാൻ ഡ്രോപ്സ് ഓഫ് വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യിക്കുന്നു. എന്ത് ചേഞ്ചാണ് വരുന്നതെന്ന് നോക്കൂ. ഒരു ഡിസ്റ്റർബൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം അല്ലേ? ആ ബ്ലാക്ക് കളറിൽ നിങ്ങൾ കാണുന്നത് ആ മീഡിയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട വേവ്സ് ആണ്. ആ വേവ്സ് സ്പ്രെഡ് ചെയ്യുന്ന ഷേപ്പ് നോക്കുക, അത് സർക്കുലർ ഫോമിലാണ്. നോക്കൂ, ആ ബ്ലാക്ക് കളറിൽ കാണുന്ന എല്ലാ പോയിൻറ്റ്സിലും ഈ വേവ് എത്തുന്നത് ഒരേ ടൈമിലായിരിക്കുമല്ലോ. അപ്പോൾ ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന എല്ലാ പോയിൻറ്റ്സും ഒരുമിച്ച് ഓസിലേറ്റ് ചെയ്യും. സോ വി ക്യാൻ സേ ഓൾ ദീസ് പോയിൻറ്റ്സ് ആർ ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. ഇങ്ങനെ സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിൽ വരുന്ന എല്ലാ പോയിൻറ്റ്സിൻ്റെയും കൂടി ലോക്കസിനെ നമ്മൾ കൊടുക്കുന്ന പേരാണ് വേവ് ഫ്രണ്ട് എന്ന്. അപ്പോൾ വേവ് ഫ്രണ്ടിലെ എല്ലാ പോയിൻറ്റ്സിലും വേവ് എത്തുന്നത് ഒരേ ടൈമിലായിരിക്കും എന്ന് ഓർക്കുക. സോ എ വേവ് ഫ്രണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് എ സർഫസ് ഓഫ് കോൺസ്റ്റൻറ്റ് ഫേസ്. ഈ ഫിഗറിലേക്ക് നോക്കും. ഒരു പോയിൻറ്റ് സോഴ്സ് കാണാം. ആ പോയിൻറ്റ് സോഴ്സിൽ നിന്നും എമിറ്റ് ചെയ്യപ്പെടുന്ന വേവ് ഫ്രണ്ട്സ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ദ വേവ് ഫ്രണ്ട്സ് ആർ മൂവിങ് ഔട്ട്വേർഡ്. സോ ദ വെലോസിറ്റി ഓഫ് ദ വേവ് ഫ്രണ്ട് ഈസ് സെയിം ആസ് ദ വെലോസിറ്റി ഓഫ് ദ വേവ്. And you can see energy of a wave is traveling in a direction perpendicular to the wave front. ഈ എനർജി ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷനെയാണ് നമ്മൾ റേ ഓപ്റ്റിക്സിൽ റേ എന്ന് റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോപ്പർട്ടി കാണാൻ പറ്റും. ലൈറ്റ് റേസ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ വേവ് ഫ്രണ്ട്. ഇപ്പോൾ ഈ പോയിൻറ്റ് സോഴ്സിന് ചുറ്റും പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട വേവ് ഫ്രണ്ട് സ്പെറിക്കൽ ഇൻ ഷേപ്പാണ് എന്ന് നിങ്ങൾ കണ്ടു. ഈ വേവ് ഫ്രണ്ടിനെ നമുക്ക് സ്പെറിക്കൽ വേവ് ഫ്രണ്ട് എന്ന് പറയാം. ഈ സ്പെറിക്കൽ വേവ് ഫ്രണ്ടിൻ്റെ സൈസ് വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം ഇൻ 1 second ലൈറ്റ് ക്യാൻ ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 3 × 10⁸ m/s. എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് ഈ സ്പിയറിൻ്റെ റേഡിയസ് 3 × 10⁸ മീറ്റേഴ്സായി മാറും, 3 lakh kilometers ആയി മാറും. അപ്പോൾ ഈ സ്പിയറിന് പുറത്ത് നിന്ന് നിങ്ങൾ ഇതിനെ ഒബ്സർവ് ചെയ്താൽ, ഈ സ്പിയറിനെ ഒബ്സർവ് ചെയ്താൽ you are observing this spherical wave front from a very very large distance. ശരിയല്ലേ? അങ്ങനെ ലാർജ് ഡിസ്റ്റൻസിൽ നിന്നും ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ സ്പിയറിൻ്റെ സർഫസ് ഒരു പ്ലെയിൻ സർഫസായി ആണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്. ദാറ്റ് ടൈപ്പ് ഓഫ് വേവ് ഫ്രണ്ട് ഈസ് കോൾഡ് എ പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫിഗറിൽ കാണുന്നത് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ടാണ്. ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ലൈറ്റ് റേസ് ആണ്. ഹിയർ ഓൾസോ യു ക്യാൻ സീ ദ ലൈറ്റ് റേസ് ആർ പെർപെൻഡിക്കുലർ ടു ദി വേവ് ഫ്രണ്ട്. നമുക്ക് ഇനി വേവ് ഫ്രണ്ട് എന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഞാൻ ആ ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾ ബുക്കിലേക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതൂ. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ വേവ് ഫ്രണ്ട് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, light diverging from a point source. Second question, light emerging out of a convex lens when a point source is placed at the focus. Third question, the portion of the wavefront of light from a distant star intercepted by earth. നമുക്കിത് ഓരോന്നായി നോക്കാം. ആദ്യത്തെ കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പോയിന്റ് സോഴ്സിൽ നിന്നും ഡൈവേർജ് ചെയ്യുന്ന ലൈറ്റിനെ കുറിച്ചാണ് ക്വസ്റ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു പോയിന്റ് സോഴ്സിൽ നിന്നും ഡൈവേർജ് ചെയ്യുന്ന ലൈറ്റ് റേസിനെ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ വേവ് ഫ്രണ്ട്സ് വരച്ചു നോക്കൂ.
ദേ ഇതുപോലെ സ്പിയേഴ്സ് ആയി നമുക്ക് വേവ് ഫ്രണ്ട്സ് വരയ്ക്കാൻ പറ്റും. സോ ദി ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഈസ് സ്പെറിക്കൽ വേവ് ഫ്രണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസിൽ ഞാനൊരു സോഴ്സ് ഓഫ് ലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് റേസ് ആർ ഫോളിംഗ് അറ്റ് ദി കോൺവെക്സ് ലെൻസ്. സിൻസ് ദീസ് ലൈറ്റ് റേസ് ആർ കമ്മിങ് ഫ്രം ദ ഫോക്കസ്, ആഫ്റ്റർ റിഫ്രാക്ഷൻ ത്രൂ ദ ലെൻസ് ദീസ് ലൈറ്റ് റേസ് വിൽ ബിക്കം പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അല്ലേ, ഫിഗറിൽ കാണുന്നുണ്ടല്ലോ. ക്വസ്റ്റ്യനിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ലെൻസിൽ നിന്നും എമേർജ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ഫ്രണ്ട് എന്തായിരിക്കും എന്നാണ്. ലൈറ്റ് റേസിൻ്റെ പ്രത്യേകത നോക്ക്, അത് പാരലാണ്. പാരലൽ ലൈറ്റ് റേസ് ആർ assumed to come from infinity. So the shape of the wave front is plane. Third question നോക്കൂ, അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പോർഷൻ ഓഫ് ദ വേവ് ഫ്രണ്ട് ഓഫ് ലൈറ്റ് ഫ്രം എ ഡിസ്റ്റൻറ്റ് സ്റ്റാർ ഇൻ്റർസെപ്റ്റഡ് ബൈ എർത്ത്. വളരെയധികം ലാർജ് ഡിസ്റ്റൻസിൽ നിന്ന് നിങ്ങളൊരു വേവ് ഫ്രണ്ട് ഒബ്സർവ് ചെയ്യുന്നു. ദാറ്റ് വേവ് ഫ്രണ്ട് വിൽ ബി പ്ലെയിൻ. സോ അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഈ വേവ് ഫ്രണ്ട് എന്ന കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൈജൻസ് വേവ് തിയറിയിലേക്ക് പോകാൻ പറ്റും. ക്രിസ്ത്യൻ ഹൈജൻസ് ആദ്യമായി എന്തൊക്കെയാണ് ഈ വേവ് തിയറിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ തുടങ്ങിയ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മാത്തമെറ്റിക്കൽ കൺസ്ട്രക്ഷനാണ്. അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം, ഇഫ് യു നോ ദ ലൊക്കേഷൻ ഓഫ് എ വേവ് ഫ്രണ്ട്, using this construction you can determine the location of a wave front at a later time. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു വേവ് ഫ്രണ്ടിൻ്റെ ലൊക്കേഷൻ നമുക്കറിയാമെങ്കിൽ ഈ തിയറി ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ടൈമിൽ ഈ വേവ് ഫ്രണ്ടിൻ്റെ ലൊക്കേഷനും അതിൻ്റെ നേച്ചറും ഒക്കെ ഡിസൈഡ് ചെയ്യാൻ നമുക്ക് കഴിയും. അക്കോർഡിംഗ് ടു ക്രിസ്ത്യൻ ഹൈജൻസ്, ഈച്ച് പോയിന്റ് ഓഫ് എ വേവ് ഫ്രണ്ട് ബിഹേവ്സ് ആസ് എ പോയിന്റ് സോഴ്സ് ഓഫ് വേവ്സ്. ഇപ്പോൾ വേവ് തിയറിയിലെ കോൺസെപ്റ്റ്സ് ഓരോന്നായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. ക്രിസ്ത്യൻ ഹൈജൻസ് ആദ്യമായി പറഞ്ഞത് ഈച്ച് പോയിന്റ് ഓഫ് എ വേവ് ഫ്രണ്ട് ബിഹേവ്സ് ആസ് എ പോയിന്റ് സോഴ്സ് ഓഫ് വേവ്സ് എന്നാണ്. ഒരു വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റിനും ഓരോ പോയിന്റ് സോഴ്സ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും. ആൻഡ് സെക്കൻഡറി വേവ്ലെറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഈച്ച് പോയിന്റ്. ഓരോ പോയിന്റിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഈ സെക്കൻഡറി വേവ്ലെറ്റ്സ് സ്പെറിക്കൽ വേവ് ഫ്രണ്ടായി എക്സ്പാൻഡ് ചെയ്യും. ഈ സ്പെറിക്കൽ വേവ് ഫ്രണ്ടിൻ്റെ സർഫസ് ടാൻജൻറ്റ് വരച്ചാൽ ദാറ്റ് സർഫസ് ടാൻജൻറ്റ് വിൽ ഗീവ് യു ദ ന്യൂ പൊസിഷൻ ഓഫ് ദ വേവ് ഫ്രണ്ട്. ഇതാണ് ക്രിസ്ത്യൻ ഹൈജൻസ് പറഞ്ഞ വേവ് തിയറി. ഈ വേവ് തിയറിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നമുക്ക് ആ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ ഒന്ന് ചെയ്തു നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഫിഗറിൽ കാണുന്നത് F1 F2 എന്ന ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ടാണ്. Let this plane wavefront is advancing towards right. ആ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റും ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ബൈ ക്രിസ്ത്യൻ ഹൈജൻസ് വേവ് തിയറി, ഈച്ച് പോയിന്റ് ഓഫ് ദ വേവ് ഫ്രണ്ട് ബിഹേവ്സ് ആസ് എ പോയിന്റ് സോഴ്സ്. ഞാൻ അങ്ങനെ ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. ദാ A1 എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു പോയിന്റ് സോഴ്സാണ്. അതൊരു പോയിന്റ് സോഴ്സ് ആണെങ്കിൽ അതിന് ചുറ്റും ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. ടി എന്ന ഒരു ടൈമിൽ ഈ സ്പെറിക്കൽ വേവ് ഫ്രണ്ടിൻ്റെ റേഡിയസ് VT എന്ന വാല്യൂ ആയി മാറും. എന്താ ഈ V? ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് വേവ് ത്രൂ ദിസ് മീഡിയം. അപ്പോൾ വേവ് ഫ്രണ്ടിനെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വി ക്യാൻ കൺസ്ട്രക്റ്റ് എ സ്പിയർ വിത്ത് A1 ആസ് ദ സെൻറ്റർ ആൻഡ് റേഡിയസ് ഈക്വൽ ടു VT. നോക്കൂ, ആ A1നെ സെൻറ്റർ ആക്കിക്കൊണ്ട് VT എന്ന ഡിസ്റ്റൻസ് റേഡിയസ് ആക്കിക്കൊണ്ട് ഞാനൊരു സ്പിയർ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. ആ സ്പിയറും ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇനി ഇതുപോലെ മറ്റൊരു പോയിന്റ് ഇമാജിൻ ചെയ്യൂ, B1. B1നെയും നമുക്കൊരു പോയിന്റ് സോഴ്സായി ഇമാജിൻ ചെയ്യാം. അപ്പോൾ B1ൽ നിന്നും സ്പെറിക്കൽ വേവ് ഫ്രണ്ട് എമേർജ് ചെയ്യും. T എന്ന ടൈമിൽ അതിൽ നിന്ന് കിട്ടുന്ന വേവ് ഫ്രണ്ടിൻ്റെയും റേഡിയസ് VT ആയി മാറും. സോ B1 എന്ന പോയിന്റ് സെൻറ്ററാക്കി VT എന്ന ഡിസ്റ്റൻസ് റേഡിയസ് ആക്കിക്കൊണ്ട് ഞാനൊരു പുതിയ സ്പിയർ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. ആ സ്പിയറാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതുപോലെ ഞാൻ C1 എന്നൊരു പോയിന്റ് ഇമാജിൻ ചെയ്യുന്നു. C1ന് ചുറ്റും ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. VT റേഡിയസ് ഉള്ള ആ സ്പെറിക്കൽ വേവ് ഫ്രണ്ടിനെയാണ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. ഇവിടെ ക്രിസ്ത്യൻ ഹൈജൻസ് ഒരു അസംഷൻ എടുത്തിട്ടുണ്ട്.
ഈ വേവ് ഫ്രണ്ട് ഫോർവേഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്പെറിക്കൽ വേവ് ഫ്രണ്ടിൻ്റെ ഒരു പാർട്ട് അതിന് ഓപ്പോസിറ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാം. ആ പാർട്ടിനെ ബാക്ക് വേവ് എന്നാണ് വിളിച്ചത്. ആൻഡ് ക്രിസ്റ്റൻ ഹൈജൻസ് ആർഗ്യൂഡ് ദാറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദിസ് ബാക്ക് വേവ് ഈസ് 0. ഇത് വേവ് ഓപ്റ്റിക്സിൽ പിന്നെ മാത്തമെറ്റിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ പ്രൂഫിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇപ്പോൾ നമുക്കും അതങ്ങ് അസ്യൂം ചെയ്യാം, ഇൻറ്റൻസിറ്റി ഓഫ് ദ ബാക്ക് വേവ് ഈസ് 0. അതുകൊണ്ട് ഈ ബാക്ക് വേവ് എന്ന പാർട്ടിനെ ഞാൻ ഈ ഫിഗറിൽ നിന്നങ്ങ് മാറ്റുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വേവ് ഫ്രണ്ട്സിന് നമുക്കൊരു സർഫസ് ടാൻജൻറ്റ് വരയ്ക്കാം. G1 G2 എന്ന് നിങ്ങൾ കാണുന്നത് ഒരു സർഫസ് ടാൻജൻ്റാണ്. ഈ സർഫസ് ടാൻജൻറ്റ് സ്പെറിക്കൽ വേവ് ഫ്രണ്ടിനെ പല പോയിൻറ്റ്സിലും ടച്ച് ചെയ്യുന്നില്ലേ? അങ്ങനെ ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റിനെ ഞാൻ A2 എന്ന് മാർക്ക് ചെയ്യുന്നു. യു ക്യാൻ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് A1 ആൻഡ് A2. ദിസ് സ്ട്രെയിറ്റ് ലൈൻ ഈസ് എ റേ ഓഫ് ലൈറ്റ്. ഇതുപോലെ B2 എന്ന പോയിന്റിലും സർഫസ് ടാൻജൻറ്റ് സ്പെറിക്കൽ വേവ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ ഡ്രോ എ ലൈറ്റ് റേ ജോയിനിങ് B1 ആൻഡ് B2. Similarly, you can see a point C2, and if you join C1 with C2, again you will get a light ray. ഈ കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലൈറ്റ് റേസ് ആർ പെർപെൻഡിക്കുലർ ടു ദ വേവ് ഫ്രണ്ട്, ബോത്ത് F1 F2 ആൻഡ് G1 G2. അപ്പോൾ ഇനിഷ്യലി F1 F2 ആണ് വേവ് ഫ്രണ്ടിൻ്റെ പൊസിഷനെങ്കിൽ ആഫ്റ്റർ എ ടൈം T ദ പൊസിഷൻ ഓഫ് ദ വേവ് ഫ്രണ്ട് ഈസ് ചേഞ്ചിങ് ടു G1 G2. ഇങ്ങനെ ഏത് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലും വേവ് ഫ്രണ്ടിൻ്റെ പൊസിഷൻ ഡിസൈഡ് ചെയ്യാനാണ് ക്രിസ്റ്റൻ ഹൈജൻസ് സജസ്റ്റ് ചെയ്ത വേവ് തിയറി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. ഇനി ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് എങ്ങനെയായിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ തനിയെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഒരു ജോമെട്രിക്കൽ കൺസ്ട്രക്ഷനിലൂടെ ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ടിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. നൗ let's explain how the property of light called refraction is explained using Huygens principle. ഈ എക്സ്പ്ലനേഷൻ്റെ ഒരു മേജർ പാർട്ട് ഹൈജൻസ് കൺസ്ട്രക്ഷനാണ്. റിഫ്രാക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യണം. അതാണ് ഈ എക്സ്പ്ലനേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോടൊപ്പം ഇത് സ്ക്രീനിൽ കാണിക്കാം. എന്നോടൊപ്പം നിങ്ങൾ ആ ഫിഗർ ഒന്ന് വരയ്ക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫിഗറാണ്. This line PP dash separates two media. അതിൽ ഒരു മീഡിയം ഞാൻ മീഡിയം 1 എന്നും രണ്ടാമത്തെ മീഡിയത്തെ മീഡിയം 2 എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. Let V1 is the velocity of light in medium 1 and V2 is the velocity of light in the second medium. Let's assume V2 is less than V1. അതിൻ്റെ മീനിങ് എന്താ? സെക്കൻഡ് മീഡിയം ഈസ് ഡെൻസർ കമ്പയർഡ് ടു ദി ഫസ്റ്റ് മീഡിയം. സോ ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഫ്രം എ റെയറർ മീഡിയം ടു എ ഡെൻസർ മീഡിയം എന്ന പ്രോസസ്സാണ്. ഈ സർഫസിലേക്ക് AB എന്ന ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഫോളോ ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഇപ്പോൾ AB എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ടാണ്. AB എന്ന പ്ലെയിൻ വേവ് ഫ്രണ്ട് ഫോളോ ചെയ്യുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ABക്ക് പെർപെൻഡിക്കുലറായി ലൈറ്റ് റേസ് ഉണ്ട്. ആ രണ്ട് ലൈറ്റ് റേസ് ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇത് വരയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലറായി തന്നെ ലൈറ്റ് റേസ് വരയ്ക്കണം. So at this point of incidence, I am drawing a normal and you can see the incident light ray is making an angle of I with the normal and this angle is called angle of incidence. ഈ A എന്ന പോയിന്റിലും B എന്ന പോയിന്റിലും ഫോളോ ചെയ്യുന്ന ലൈറ്റ് റേസിനെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും A എന്ന പോയിന്റിലെ ലൈറ്റ് റേ ആ സർഫസിലെത്തി. അപ്പോഴും B എന്ന പോയിന്റിലെ ലൈറ്റ് റേ സർഫസിലേക്ക് എത്തിയിട്ടില്ല, മീഡിയം 1 തന്നെ നിൽക്കുന്നതേ ഉള്ളൂ. ലെറ്റ് ദാറ്റ് ലൈറ്റ് റേ നീഡ്സ് എ ടൈം ടോ മോർ ടു റീച്ച് ദ പോയിന്റ് C. അപ്പോൾ BC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതിന് ശേഷം മാത്രമേ ലൈറ്റിന് രണ്ടാമത്തെ മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റൂ. വാട്ട് വിൽ ബി ദിസ് ഡിസ്റ്റൻസ് BC? ആ BC എന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ലൈറ്റ് എടുക്കുന്ന ടൈമിനെ നമുക്ക് ടോ എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ
we know the distance BC equals V12. എന്താ V1? വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ ഫസ്റ്റ് മീഡിയം. ഫസ്റ്റ് മീഡിയത്തിലൂടെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ വെലോസിറ്റിയെ V1 എന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ ടോ എന്ന ടൈമിന് ശേഷം മാത്രമേ ലൈറ്റ് ബിയിൽ നിന്ന് സിയിലേക്ക് എത്തൂ. അത്രയും ടൈം എ എന്ന് പറയുന്ന പോയിന്റിലെ ലൈറ്റ് അവിടെ വെയിറ്റ് ചെയ്യില്ല. ദാറ്റ് ലൈറ്റ് വിൽ എൻറ്റർ ദ മീഡിയം 2. ആ സെക്കൻഡ് മീഡിയത്തിൽ ആ ലൈറ്റ് റേ കുറേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയേണ്ടത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും എന്നാണ്. സെക്കൻഡ് മീഡിയത്തിൽ ലൈറ്റിൻ്റെ വെലോസിറ്റി V2 ആണ്. സോ അത് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് V2 ടോ ആയിരിക്കും. നമുക്കറിയേണ്ടത് ഈ V1 ടോയും V2 ടോയും ഈക്വൽ ആണോ, ഓർ V2 ടോ ഈസ് ലെസ് ദാൻ V1 ടോ. നമ്മൾ ആദ്യമേ പറഞ്ഞു ലൈറ്റ് റേ ഈസ് കമ്മിങ് ടു എ ഡെൻസർ മീഡിയം. ഇൻ ദ ഡെൻസർ മീഡിയം വെലോസിറ്റി V2 ഈസ് ലെസ് ദാൻ ദ വെലോസിറ്റി V1 ഇൻ ദ റെയർ മീഡിയം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും V2 ടോ എന്ന ഡിസ്റ്റൻസ് V1 ടോയേക്കാളും കുറവായിരിക്കുമല്ലോ. സോ എ എന്ന പോയിന്റ് സെൻറ്റർ ആക്കി V2 ടോ എന്ന ഡിസ്റ്റൻസ് റേഡിയസ് ആക്കിക്കൊണ്ട് ഒരു സ്പിയർ കൺസ്ട്രക്ട് ചെയ്യുക. ആ സ്പിയറാണ് നിങ്ങളിവിടെ കാണുന്നത്. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് V2 ടോ എന്ന ഡിസ്റ്റൻസ് V1 ടോ എന്ന ഡിസ്റ്റൻസിനേക്കാളും ചെറുതായിരിക്കണം. നൗ യു ഡ്രോ എ സർഫസ് ടാൻജന്റ് ടു ദി സ്പിയർ ഫ്രം സി. ആ സർഫസ് ടാൻജൻ്റ് ആണ് നിങ്ങൾ CD എന്ന് കാണുന്നത്. സോ ഇവിടെ CD എന്നതാണ് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. നൗ വി ക്യാൻ ജോയിൻ ദ പോയിന്റ് A വിത്ത് D and we will get a light ray, and that light ray is the reflected light ray. That reflected light ray makes an angle say R with the normal, and that angle is called the angle of refraction. And here you can see when the light ray enters the second medium, it bends towards the normal. And the reason നമുക്കറിയാം second medium is a denser one. നമ്മൾ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബൈ ജോമെട്രി we can very easily prove that if the angle of incidence is I, this angle BAC also is I. The angle of refraction ഞാൻ R എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ജോമെട്രിയുടെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വളരെ ഈസിയായി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ദിസ് ആംഗിൾ ACD ഓൾസോ ഈക്വൽ ടു R. അപ്പോൾ നമ്മൾ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആക്കി. ഇതിൽ നിന്നും വളരെ ഈസി ആയിട്ട് നമുക്ക് റിഫ്രാക്ഷൻ്റെ ലോസ് ഫോം ചെയ്യിക്കാൻ പറ്റും. യു കൺസിഡർ ദിസ് ട്രയാങ്കിൾ ABC. ഓക്കെ, എഴുതൂ, ബുക്കിലേക്ക് എഴുതൂ. കൺസിഡർ ദ ട്രയാങ്കിൾ ABC. ആ ABC ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഏത് ആംഗിളാണ് റൈറ്റ് ആംഗിൾ നോക്കൂ. ആംഗിൾ B ഇസ് ദ റൈറ്റ് ആംഗിൾ. അപ്പോൾ അതിന് ഓപ്പോസിറ്റായി വരുന്ന AC എന്ന സൈഡാണ് ഹൈപ്പോട്ന്യൂസ് എന്ന് ഓർക്കുക. ദെൻ യു റൈറ്റ് ദ വാല്യൂ ഓഫ് സൈൻ I. എഴുതി നോക്കൂ. സൈൻ I എന്താ വരുന്നതെന്ന് എഴുതി നോക്കൂ. സൈൻ I ഈക്വൽസ് BC ബൈ AC. വാട്ട് ഈസ് BC? ഫിഗറിലേക്ക് നോക്കൂ. BC ഈസ് V12. സോ വാട്ട് ഈസ് സൈൻ I? സൈൻ I ഈക്വൽസ് V12 ഡിവൈഡഡ് ബൈ AC. കഴിഞ്ഞില്ലേ? ഇതുപോലെ നിങ്ങൾ അടുത്ത ഒരു ട്രയാങ്കിൾ ഇവിടെ നോക്കൂ. ട്രയാങ്കിൾ ADC. അതും ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. ഏത് റൈറ്റ് ആംഗിൾ? ആംഗിൾ D ആണ്. ആംഗിൾ Dക്ക് ഓപ്പോസിറ്റായി വരുന്ന AC ആണ് ഈ ട്രയാങ്കിളിൻ്റെയും ഹൈപ്പോട്ന്യൂസ്. ഈ ട്രയാങ്കിളിൽ നിന്നും സൈൻ ആറിൻ്റെ വാല്യൂ ഒന്ന് എഴുതൂ. സൈൻ R ഈക്വൽസ് AD ഡിവൈഡഡ് ബൈ AC. ഫിഗറിൽ നിന്ന് ADയുടെ വാല്യൂ കൂടി നോക്കി. വാട്ട് ഈസ് AD? V22. Therefore sin R equals V22 divided by AC. നമുക്ക് ഇപ്പോൾ കിട്ടിയ രണ്ട് സൈൻ വാല്യൂസിൻ്റെ റേഷ്യോ എന്ന് എടുക്കാം. നൗ ഐ എം ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ റേഷ്യോ സൈൻ I ബൈ സൈൻ R. ചെയ്തു നോക്കൂ, നിങ്ങളോട് ചെയ്തു നോക്കൂ. സൈൻ I ബൈ സൈൻ R ഈക്വൽസ് V12 ബൈ AC ഇൻറ്റു AC ബൈ V22. എന്തൊക്കെയാണ് ക്യാൻസൽ ചെയ്യാവുന്നത് നോക്കൂ. AC ക്യാൻസൽ ചെയ്യും അല്ലേ? ടോ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താ വരുന്നത്? സൈൻ I ബൈ സൈൻ R ഈക്വൽസ് V1 ബൈ V2. ഇനി
നമ്മൾ ആദ്യം കണ്ട സിറ്റുവേഷനിലേക്ക് ഒന്ന് തിരിച്ചു പോയാൽ രണ്ട് മീഡിയം ഉണ്ട് ഇവിടെ, മീഡിയം 1 ആൻഡ് മീഡിയം 2. Let n1 is the absolute refractive index of the first medium. So I can write n1 equal to c by v1. If n2 is the absolute refractive index of the second medium, then n2 equals c by v2. ഈ കിട്ടിയ രണ്ട് വാല്യൂസ് ഒന്ന് ഡിവൈഡ് ചെയ്യൂ. n2 by n1 equals c by v2 into v1 by c. c ക്യാൻസൽ ചെയ്യാമല്ലോ. ബാക്കി എന്താ കിട്ടുന്നത് നോക്കൂ. n2 by n1 ഈക്വൽസ് v1 by v2. ഇനി ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഇക്വേഷൻ നോക്കി. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽസ് v1 by v2. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ v1 by v2ന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം n2 by n1. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽസ് n2 by n1. ഏതായില്ലോ? അതെ, റേ ഓപ്റ്റിക്സിൽ ഇത് പ്രൂവ് ചെയ്യാതെ നിങ്ങൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്. റേഷ്യോ ഓഫ് സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്, ആൻഡ് ദിസ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ്. സ്നെൽസ് ലോ. അപ്പോൾ സ്നെൽസ് ലോ റേ ഓപ്റ്റിക്സിൽ നമ്മൾ സ്റ്റേറ്റ് ചെയ്തെങ്കിലും അതിനെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് വേവ് ഓപ്റ്റിക്സിലാണ്. ഈ ഫിഗറിൽ നിന്നും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വേറെ ഒരു പ്രോപ്പർട്ടി കൂടി ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഫിഗറിൽ ഈ ബി സി എന്ന ഡിസ്റ്റൻസ് നോക്കൂ. അത് ഫസ്റ്റ് മീഡിയത്തിലുള്ള ഡിസ്റ്റൻസ് ആണ്. ലെറ്റ് ദിസ് ഡിസ്റ്റൻസ് ബി സി ഈസ് λ1, ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻ ദ ഫസ്റ്റ് മീഡിയം. ഇഫ് സോ, ദിസ് ഡിസ്റ്റൻസ് എ ഡി വിൽ ബി ഈക്വൽ ടു λ2, ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻ ദ സെക്കൻഡ് മീഡിയം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഇഫ് ബി സി ഈക്വൽസ് λ1, എ ഡി ഈക്വൽസ് λ2. ഈ കിട്ടിയ രണ്ട് വാല്യൂസും ഒന്ന് ഡിവൈഡ് ചെയ്യൂ. ബി സി ബൈ എ ഡി ഈക്വൽസ് λ1 ബൈ λ2. ബി സിയുടെയും എ ഡിയുടെയും വാല്യൂസ് നമുക്കറിയാം. നമ്മളിപ്പോൾ പല പ്രാവശ്യവും ഇത് യൂസ് ചെയ്തതാണ്. വട്ട് ഈസ് ബി സി? v12. എ ഡിയോ? v22. രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. സോ v12 ബൈ v22 ഈക്വൽസ് λ1 ബൈ λ2. ടോ ക്യാൻസൽ ചെയ്യാമല്ലോ. ടോ ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. v1 by λ1 equals v2 by λ2. എന്താ v by lambda? v by lambda എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. സോ v1 by λ1 is frequency of light in the first medium. v2 by λ2 frequency of light in the second medium. And you see by this equation frequency of light in the first medium is equal to frequency of light in the second medium. That means when a ray of light travels from one medium to another, frequency of light stays the same. Velocity will change, wavelength will change, but frequency will not change. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വേവ് തിയറിയും ഹൈജൻസ് കൺസ്ട്രക്ഷൻസും വേവ് തിയറിയുടെ ഒരു ആപ്ലിക്കേഷനുമാണ്. ആ ആപ്ലിക്കേഷനിൽ നമ്മൾ കണ്ടത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഫ്രം എ റെയറർ മീഡിയം ടു എ ഡെൻസർ മീഡിയമാണ്. ഇനി ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു അസൈൻമെൻറ്റ് ചെയ്യേണ്ടത് റിഫ്രാക്ഷൻ ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം ആകുമ്പോൾ ഇതിൽ എന്ത് വ്യത്യാസമുണ്ടാകും? v1 ടോ എന്ന ഡിസ്റ്റൻസും v2 ടോ എന്ന ഡിസ്റ്റൻസും കൂടി കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. അത് തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്ത ഫിഗറിൽ എന്ത് വ്യത്യാസമുണ്ടാവും? ആ ഫിഗർ ഉപയോഗിച്ചുകൊണ്ട് സ്നെൽസ് ലോ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം ഒരു അസൈൻമെൻറ്റായി ഒന്ന് ട്രൈ ചെയ്യാം. ഹൈജൻസ് പ്രിൻസിപ്പിളിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ യുവർ ടൈം.